നനച്ച് അയയിലിട്ട വസ്ത്രങ്ങൾ തൊട്ടടുത്ത ദിവസം പുലർച്ചെ കാണുക അയൽ വീടിന്റെ മുറ്റത്ത്. അരകല്ലിന്റെ കുഴവി നോക്കിച്ചെന്നാൽ വല്ല തോട്ടിലോ പറമ്പിലോ കാണാം. മുള്ളുവേലി പൊളിച്ചു മാറ്റുക, റബ്ബറിന് വെച്ച ചിരട്ടകൾ മുറ്റത്ത് കൊണ്ടിടുക ഇവയൊക്കെയാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. വാട്ടർ ടാങ്കിൽ മുളകുപൊടി വിതറിയത് 2 വീടുകളിലെ കുടിവെള്ളമാണ് മുട്ടിച്ചത്. വേനൽക്കാലത്ത് ശേഖരിച്ചു വെള്ളത്തിലാണ് ഇപ്പണി കാണിച്ചത്. തുളസിയും രാധയും ഇത് പരാമർശിച്ച് പോലീസിൽ പരാതി നൽകി. ഇതിനിടെ വാട്ടർ ടാങ്കിന്റെ മേൽമൂടിയുമായി ഒരാൾ കടന്നുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. തല തുണികൊണ്ട് മൂടിയ ആളാണ് ദൃശ്യങ്ങളിൽ. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നതുവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് പരാതി. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞമ്മയാണ് താമസിക്കുന്നത്. അപ്പം കുഞ്ഞമ്മ ഇതുവഴി അപ്പുറത്തുനിന്ന് ചോറ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഇതിൻ്റെ അടപ്പ് ഇത് ഊരി ഇവിടെ വെച്ചേക്കുമായിരുന്നു. കക്ഷിക്ക് മനസ്സിലായില്ല ഇതെന്തോ സംഭവം ഒന്നും മനസ്സിലായില്ല. അപ്പം താഴെ ഇത് എടുത്തുകൊണ്ട് വന്ന് എന്നെ കാണിച്ചത് എന്തോന്ന് അറിയത്തില്ല. അന്നേരം ഞാൻ വന്ന് നോക്കിയപ്പം ഈ ഓയിൽ ടാങ്ക് അഴിച്ചു വെച്ചേക്കും. ഇതിൻ്റെ 2 വീലിൻ്റെയും കാറ്റഴിച്ച് വിടുക, പിന്നെ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിൽ അഴിച്ചു കളയുക. അങ്ങനെ ഞാൻ മറിയേണ്ടതായിരുന്നു വണ്ടി. ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ചുവരെഴുത്തുകളുമുണ്ട്. വീടുകളുടെ ഭിത്തികളിലാണ് എഴുത്ത്. ലഘുലേഖകൾ വിതറിയ സംഭവമുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ വസ്ത്രങ്ങളും വാരിക്കൊണ്ട് വന്ന് അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ അടുത്ത് വയ്ക്കുക. എന്നിട്ട് അവിടെ ഓരോ ഡയലോഗ് അഘോരി, ജാഗ്വാർ എന്നൊക്കെയുള്ള ഓരോ പേരുകൾ എഴുതി വെക്കുക. ഇപ്പോൾ ഒരു 2 മാസം മുമ്പാണ് ഇപ്പോൾ ഈ ഭിത്തിയിലൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഓരോ ദിവസം ഓരോ വീട്ടിലാണ് അജ്ഞാതനെത്തുന്നത്. ആരെന്നോ എന്താണ് ലക്ഷ്യമെന്നോ ഒരു വ്യക്തതയുമില്ല. ചുരുക്കത്തിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ. ഞാൻ തന്നെയുള്ളതാനും ഞാൻ എന്തോ ചെയ്യും? ഞാൻ എങ്ങനെ ആളിനെ കണ്ടുപിടിക്കും? എന്നാലും കഴിവത് ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ഉറക്കളച്ചിരുന്ന് നോക്കി മുറ്റത്ത് കൂടെ അങ്ങനെ വരുവാന്നൊക്കെ ആളിനെ ഒന്ന് കാണാമല്ലോ, കണ്ടിട്ടില്ല. മോഷണമല്ല ഉദ്ദേശമെന്നത് വ്യക്തം. ഭയപ്പെടുത്താനുമാകില്ല. നിരന്തര ഉപദ്രവങ്ങൾക്ക് പിന്നിലെ നീക്കം എന്താകും? മാനസിക പ്രശ്നമുള്ള ആരെങ്കിലും ആകുമോ ഇതിനു പിന്നിൽ? പോലീസിന് ലഭിച്ച പരാതികളിൽ ചിലരെ സംശയമുള്ളതായി പറയുന്നുണ്ട്. അത്തരക്കാരും നിരീക്ഷണത്തിലാണ്. രാത്രി തലമറച്ചു കടന്നുപോകുന്ന ആ മനുഷ്യരൂപം കൊല്ലോട്ടെ കുറച്ചുപേരുടെയെങ്കിലും ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ചേട്ടാ, ഇത് ആരാണ്? നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചൊരു തമാശ രൂപേണ തുടങ്ങിയെങ്കിലും ഇത് എന്തൊരു അവസ്ഥയാണ്? ഇങ്ങനെ കുറേ ആളുകളെ ഇയാൾക്ക് എന്തിൻ്റെ കേടാണെന്ന് അറിയില്ല. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലോ. പോലീസ് ഇടപെട്ട് പിടിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. അഭിലാൽ പറയും. അഭിലാൽ, ഇത് എന്ത് ചെയ്യും? എങ്ങനെ ഉറങ്ങും മര്യാദയ്ക്ക് നാട്ട്? ഒരു ദേശത്തിന്റെ കഥയിൽ SK പൊറ്റക്കാട് അതിരാണിപ്പാടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ ചെറുപ്പക്കാർ രാത്രി സെക്യൂരിറ്റി സംഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ചെയ്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഗൗരവകരമായ കുറ്റകൃത്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ചില സമയത്തൊക്കെ കൗതുകം ഉണ്ടാക്കുന്നതും അതേസമയം തന്നെ ആളുകളെ ഭയപ്പെടുത്തുന്നതുമായ ചെയ്തികളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കൊല്ലോട്ടെ ഈ ഗ്രാമപ്രദേശത്തെ ആളുകളിലൊക്കെ തന്നെ സ്ഥിതിയും സമാന സ്വഭാവത്തിൽ തന്നെ ഉള്ളതാണ്. അവരൊക്കെ തന്നെ നേരിയ ഭീതിയിലാണ്. കഴിഞ്ഞ 8 മാസമായി അനുഭവിക്കുന്നു ഈ പ്രശ്നങ്ങൾ. ഒരു ഉത്തരവും ഈ വിഷയത്തിന് ഒരു സമാധാനപരമായ പരിഹാരവും ഉണ്ടാകാത്ത സ്ഥിതിയുണ്ട്. സർക്കിട്ട് സംഘങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ രാത്രിയിൽ സംഘടിക്കുന്നു. ചെറുപ്പക്കാരെല്ലാം കൂടി ഏതെങ്കിലും ഒരു വീടിൻ്റെ സമീപത്തെത്തുന്നു. അവിടുത്തെ കിണറിൻ്റെ തൊട്ടിയെടുത്ത് മറ്റൊരു വീടിൻ്റെ സമീപത്ത് വയ്ക്കുന്നു. ഒരു വീട്ടിലെ ചെടി ചട്ടിയോടെ പൊക്കിയെടുത്ത് മറ്റൊരു വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. ഒരു വീടിൻ്റെ ഉമ്മർത്ത് തൂക്കിയിരിക്കുന്ന കലണ്ടർ എടുത്ത് മറ്റൊരു വീടിൻ്റെ ചുമലിൽ തൂക്കുന്നു. അങ്ങനെ ഉള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കിട്ട് സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് SK പൊറ്റക്കാട് പറയുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 8 മാസമായി പോലീസിനും ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തു വന്ന ചില CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസും നാട്ടുകാരുമൊക്കെ തന്നെ ചിലരെയൊക്കെ സംശയിക്കുന്നുണ്ട്. പക്ഷേ അവർ തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉറപ്പിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ. ശരി അഭിലാൽ, ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഒളിഞ്ഞു നോട്ട പ്രശ്നം കോഴിക്കോട് നിന്നുണ്ടായിരുന്നു. അവസാനം പൊക്കി വന്നപ്പോൾ ഇത് കണ്ടെത്താൻ രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ തന്നെയായിരുന്നു. ഇതും കൂട്ടത്തിൽ ആരോ ചെയ്യുന്നതാണോ എന്ന് എന്തായാലും പോലീസ് പിടിച്ചേ പറ്റൂ. എങ്ങനെ ആളുകൾ ഇങ്ങനെ സൂര്യൻ കെട്ടി ജീവിക്കും? ശരി.